ഹായ് എവരി വൺ. മോനായി പിന്നെ വലിയൊരു ആഗ്രഹമായിരുന്നു നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ അതിൽ നമ്മുടെ വീട്ടിൽ നിന്നൊരു താലം കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നിന്ന് താലം കൊടുത്തതിൻ്റെ വീഡിയോ ആണ്. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിച്ച അത്രയും താലങ്ങളൊക്കെ നമ്മളെല്ലാം ഡെക്കറേറ്റൊക്കെ ചെയ്ത് എല്ലാം താലങ്ങളൊക്കെ ഒരുക്കി നമ്മളവിടെ വെച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ശാന്തി വന്നത്. ശാന്തി വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ശാന്തി വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം അവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ വിളക്ക് കൊളുത്തി, അത് ഞാനും ഏട്ടനും വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ പൂജയൊക്കെ ആരംഭിച്ചു. അപ്പോഴത്തേക്ക് അവിടെ ചെണ്ട മേളവും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തലത്താലം എടുക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മ തലത്താലം എടുക്കാനായിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. നമ്മൾ ബാക്കിയുള്ള താലങ്ങളെല്ലാം കത്തിച്ചു. നമ്മുടെ വീട്ടിൽ താലം എടുക്കാൻ വന്ന ചേച്ചിമാർക്ക് എല്ലാവർക്കും നമ്മൾ താലം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെണ്ടമേളവും പടക്കവും ഒക്കെ പൊട്ടിച്ച് നമ്മൾ അമ്പലത്തിലോട്ട് നടന്നു താലമൊക്കെ എടുത്തുകൊണ്ട് അമ്പലത്തിലോട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് കുറേ നേരം ചെണ്ടയൊക്കെ കൊട്ടി. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലോട്ട് കയറി പ്രദക്ഷിണം വെച്ചിട്ടാണ്, അതായത് അമ്പലത്തിൻ്റെ പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറണത്. ഉള്ളിലോട്ട് കയറി തിരുമേനി അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ തലത്താലം നമ്മൾ ദേവിക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി നമ്മൾ എടുത്തേക്കുന്ന താലങ്ങളൊക്കെ എല്ലാം അവിടെ സമർപ്പിക്കും. നമുക്ക് എണ്ണത്താലവും ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞു പിള്ളേർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പൂത്താലവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ആഗ്രഹമായിരുന്നു മോനായി കഴിഞ്ഞിട്ട് എനിക്ക് താലം ഇങ്ങനെ കൊടുക്കണമെന്നുള്ളത്. അത് നല്ല ഭംഗിയായിട്ട് നടന്നതിൽ വളരെയധികം എനിക്ക് എന്താ പറയുക സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അത്രയും ഗംഭീരമായിട്ട് നടന്നാൽ അതിനൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പം ഈ താലവും അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലെങ്കിലും എനിക്ക് മോന് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഈ കൊല്ലം എന്തായാലും അത് നടക്കാൻ ദേവി അത് അനുഗ്രഹിച്ചു, ദേവി അത് നടത്തി തന്നു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ്. എനിക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് നടന്നാൽ അതൊരു സന്തോഷം.